ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു അടിപൊളി വീഡിയോ ചെയ്യണം വന്നിട്ടില്ല. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. കുറച്ച് ബോക്സസ് ഉണ്ടാക്കുന്നതും അതേപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സും സ്റ്റിക്കി നോട്ടും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കാം, ബോക്സ് ഉണ്ടാക്കാം അല്ലേ. എന്നാലും നമുക്ക് ആദ്യം ബോക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള പേപ്പറാണ് എടുത്തത്. കാരണം ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വലിയതായിട്ടൊരു ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ഡിസൈനുള്ള പേപ്പറാണ് എടുത്തത്. അപ്പോൾ ഡിസൈൻ നമ്മൾ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ വരണമെങ്കിൽ അതിങ്ങനെ മറിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനതേ ഒരു ലൈന് വരച്ചെടുത്തു. ഇതേപോലെ തന്നെ ഈ സൈഡിലും വരച്ചെടുക്കാം. പിന്നെ ഇതേ ഇങ്ങനെ വരച്ചു. ഇതേപോലെ ഒരു ലൈനും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിൻ്റെ അടുത്ത് കൊടുന്നിട്ട് അവിടെ നിന്ന് മടക്കി കൊടുക്കുക. ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോഴത്തെ ഇതേപോലെ മടക്കിയിട്ടുണ്ട്. നമുക്ക് കൈമിലൊക്കെ ഓയിൽ പേസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. നമ്മളമ്മ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്നും കൂടി മടക്കി കൊടുക്കുക. അപ്പോൾ ഇതേ സെറ്റാവും സംഭവം. അപ്പോൾ ഇതേ ഒരു ലൈൻ വരും. അത് നമ്മൾ പെൻസിൽ കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ ഇതിങ്ങനെ കട്ട് ചെയ്യണം. ഈ ഒരു സ്ഥലം ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു കോലായി പോവും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇതേ ഈ സെൻറ്റർ ഭാഗത്തൊരു നടുക്കൊരു ലൈൻ ഇടാണ്ട് ശരിക്കും ഇങ്ങനെ, പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താലും മതി. നമുക്ക് എല്ലാ സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡും അല്ല, നമ്മൾ ലൈൻ ഇട്ട ഭാഗം മാത്രം. എന്നിട്ട് ഇതേ ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് സിമ്പിളാവും നമ്മളിത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുത്താൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബോക്സ് ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര സിമ്പിളാണ്. ഇനി അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ച് വേണമെന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ബോക്സിൻ്റെ ലുക്കൊക്കെ ആയില്ലേ. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഞാൻ ഇതേപോലെ തന്നെ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതെ, നമ്മൾ മടക്കിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ സെൻറ്റർ മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്, നമുക്കിതിനെ മടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ അത് ചെയ്യുമ്പോൾ മടക്കിയാൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ ആവും. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കളഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഫുള്ള് ഒട്ടിച്ചു. ഇനി ഇവിടെ ഇതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിച്ചു. നമ്മളെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളാണ് ഈ ബോക്സ് ഉണ്ടാക്കാൻ. നല്ല ഡിസൈനുള്ള ബോക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറെ ഡിസൈനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ്. ഇനി നിങ്ങൾക്കിത് ഈ അടയ്ക്കുന്ന ആ ഒരു സംഭവം വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മളിത് അടിപൊളി ബോക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം കേട്ടോ. കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതെന്തെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു പാൻഡ കവായി സ്റ്റിക്കറാണ്. ഇതെന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യം ഒരു ഇമോജി വരച്ചെടുത്ത് അതിൽ ഫുള്ളായിട്ട് സെലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു ഇതിൽ ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി, കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കവായി സ്റ്റിക്കേഴ്സാണ് പാൻഡൻ്റെ. പിന്നെ ഇത് ഒരു നോർമൽ സ്റ്റിക്കറാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു സെലോ ടേപ്പ് എടുക്കുക. സെലോ ടേപ്പ് വേണമെന്നില്ല, ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാവും. സെലോ ടേപ്പ് ആണെങ്കിൽ ഇതേപോലെ റോൾ ചെയ്യുക, ജസ്റ്റ് ഇവിടെ വെച്ചെടുത്താൽ മതി. അപ്പോൾ രണ്ട് സെല്ലും പശ ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടിക്കാൻ ഭയങ്കര സിമ്പിളാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ
നോർമൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. ഭയങ്കര സിമ്പിളാണിത്. പിന്നെ ഇതൊരു കുറോമി കവായി സ്റ്റിക്കറാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളും സെല്ലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്തുണ്ടാക്കാം. ഇതൊരു നോർമൽ സ്റ്റിക്കറാണ് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ് കൂടുതലുള്ളത് ഈ ഒരു തീമിൽ. അപ്പോൾ ഇതൊക്കെ ഒരേപോലത്തെ സ്റ്റിക്കേഴ്സാണ്, കാരണം ഞാൻ ഇങ്ങനത്തെ സ്റ്റിക്കർ ഒരുപാട് ഉപയോഗിക്കലുണ്ട്. ഇത് ഭയങ്കര ക്യൂട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കുറേ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ഉപയോഗിച്ചതാണ്. കുറേ നോട്ട് ബുക്കിലൊക്കെ ഒട്ടിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിക്കേഴ്സ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് തന്നെയാണ്. പിന്നെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കണ്ടോ. പിന്നെ അത് കുറച്ച് സ്റ്റുഷിയാണ്. അതൊരു വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ വരുന്നൊരു സംഭവം. പിന്നെ അതേ ലബൂബുവിൻ്റെ സ്റ്റുഷിയാണ്. അത് ഭയങ്കര രസമാണ് ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ഇത് ലബൂബു സ്റ്റുഷി. പിന്നെ ഇതൊരു കുക്കീസിൻ്റെ സ്റ്റുഷിയാണ്. ഇത് ഞാൻ പ്ലാസ്റ്റിക് സ്പോഞ്ച് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ നന്നായിട്ട് ഇതൊരു ഇങ്ങനെ ഒരു അടിയിലേക്ക് ഇങ്ങനെ പോയി ഒരു നല്ലൊരു ഇതുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ടാണ്. ഇതിൻ്റെ ഒരു യെല്ലോ അല്ല ഗ്രീൻ സ്റ്റിക്കി നോട്ടാണ്. ഇത് നല്ല അടിപൊളിയായി ഒട്ടും കേട്ടോ. ഞാൻ അങ്ങനെ പതുക്കെ പീൽ ഓഫ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ പശ പോവും. പിന്നെ ഞാൻ പതുക്കെ എടുക്കുന്നുണ്ട്. നല്ലോണം ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റിക്കി നോട്ട്. ഇത് കുറച്ച് വലിയ സൈസാണ്. പിന്നെ കുറച്ച് സ്മോൾ സൈസിൽ വരുന്ന ഒരു സ്റ്റിക്കി നോട്ടാണ്. ഇത് യെല്ലോ കളറിലാണ് വരുന്നത്. ഇത് ഞാനിങ്ങനെ പതുക്കെ പീൽ ഓഫ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, പതുക്കെ അങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒട്ടുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റിക്കി നോട്ട്. തേർഡ് തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. ഇത് ഞാൻ മുമ്പ് പീൽ ഓഫ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇതും നല്ല ഒട്ടും തന്നെയായിരുന്നു. ഞാനിതേ അതും കാണിച്ചെന്ന്. പിന്നെ അതേ കുറച്ച് സ്മോൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കി നോട്ടാണ്. ഇതൊരു ബ്ലൂ കളറിലാണ് വരുന്നത്. ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചും ഉണ്ട്. ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ പതുക്കെയാണ് പീൽ ഓഫ് ചെയ്യുന്നത്, കാരണം ഇതിന് പെട്ടെന്ന് തന്നെ പശ പോകുന്നുണ്ട്. അല്ലേ, ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡാണ് പീൽ ഓഫ് ചെയ്തത്, പക്ഷേ ഇപ്പുറത്താണ് പശ എന്ന് പറഞ്ഞ് പെട്ടെന്നത് പശ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് എടുക്കുന്നത്. ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ. മടങ്ങിയതാണ് എൻ്റെ അടുത്ത് നിന്ന്. പിന്നെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഓറഞ്ചും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്മോൾ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന സ്റ്റിക്കി നോട്ട്. പിന്നെ ഞാനൊരു മിനി നോട്ട് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് പോകാം. ഭയങ്കര സിമ്പിളാണ് ഈ മിനി നോട്ട് ബുക്ക് ഉണ്ടാക്കാൻ. ഇതേപോലെ തന്നെ മിനി നോട്ട് ബുക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ലൈക്കും ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. പിന്നെ ഇതേ നമ്മുടെ ഒരു ലില്ലി എന്ന് പറയുന്ന നോട്ട്ബുക്കാണ്, ഞാൻ പേരിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വാ. ഇത് ഞാൻ എൻ്റെ ജേർണൽ ബുക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നില്ല അധികം, അതുകൊണ്ട് തന്നെ ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബുക്കാണ് കേട്ടോ. ഇത് നോർമലായിട്ടുള്ള ബുക്കിൻ്റെ പേജ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്ബുക്കാണ്, മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന സ്റ്റുഷിയും മിനി നോട്ട്ബുക്കും സ്റ്റിക്കി നോട്ടും ഒക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും നോക്കാം. നെക്സ്റ്റ് നോക്കില്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ ഒരു ബോക്സ്, അതിലിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. പക്ഷേ വെയ്റ്റ്ലെസ് ആണ്, അധികം ഇട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് കുഞ്ഞായിട്ടുള്ള ചെറിയ ഹെയർ ആക്സസറീസൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഹെയർ ക്ലിപ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ടാബ്ലറ്റ് പേപ്പർ സോപ്പ്. ഇത് ഞാൻ പേപ്പറായിട്ടും സോപ്പായിട്ടും കൂടി ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഓരോ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ കൊട്ടുമ്പോൾ തന്നെ എല്ലാം കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലതൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഓരോന്നും ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന്, പക്ഷെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനതങ്ങ്
നീട്ടി പിടിച്ചു. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് കാണുന്നില്ല എന്ന്. ഞാൻ ഓരോന്നത് ഇങ്ങനെ എടുത്തിടുകയാണ്. ഇത് നല്ല ഉണക്കി വെച്ചതായിരുന്നു ഞാൻ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ അതിലിട്ടു. പിന്നെ അതിനിടയ്ക്ക് ചായയും രാവിലത്തെ ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു മിനി കലണ്ടറാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് പോവാം. പിന്നെ ഇതേ ഇത്രയൊക്കെ ഇതിനുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേ കലണ്ടർ ഇതാണ്. നല്ല അടിപൊളി കലണ്ടറാണ് കേട്ടോ, ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള ബോക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.